ഹലോ ഗായ്സ്, അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഷെയ്ഡറിലാണ്. അപ്പം ഷെയ്ഡറിൽ വന്നേക്കണോണ്ട് കുറേ വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ വില്ലേജും കൂടെ അപ്ഡേറ്റ് ചെയ്ത് അത് കണ്ടോ. ഇവിടെ പള്ളിയുണ്ട്, ഗ്രേവി യാർഡ് ഉണ്ട്, ഒരു പഴയ പള്ളിയും പഴയ ഗ്രേവി യാർഡും, സർ ജോൺ മാർഷൽ എന്ന് പറയുന്ന ഒരാളുടെയും പിന്നെ ഒരു വില്ലേജർ പോയിൻ്റ്. പിന്നെ നമ്മൾ നമ്മുടെ ബേസ്, അതായത് നമ്മുടെ വീടിലായിട്ട് സിമ്പിളായിട്ട് കയറാൻ വേണ്ടി, അതായത് മൈനിങ് കഴിഞ്ഞിപ്പോൾ ഒരു വൈകുന്നേരമാണ്. അപ്പം അങ്ങനെ കയറാൻ വേണ്ടി മാത്രം നമ്മളൊരു പാലം പണിത്. പിന്നെ നമ്മളിവിടെ ഒരു സൈൻ ബോർഡും വെച്ച് ഡാം ഓഫ് ദി വില്ലേജ്. അങ്ങനെ അതൊക്കെ നോക്കി ഞാനിങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇറങ്ങി ഇങ്ങോട്ടൊക്കെ നോക്കി ഇപ്പുറത്തൊക്കെ നമുക്ക് സൺസെറ്റൊക്കെ കാണാം. ഈ ഷെയ്ഡ് ഇട്ടേക്കണത് കാരണം നമുക്ക് ഷോ ഇട്ട് തോന്നുന്നത്, അതായത് ഈ ഇലയും മറ്റേ പൂവുള്ള ആ ഇലയും കൂടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. കാരണം അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. കാരണം ഈ 1.18 എന്താണ്ടാണ് ഇത് വന്നതെന്ന് തോന്നുന്നു. അപ്പം ആ 18 തൊട്ടുള്ളതൊന്നും, അതായത് ഡീപ് സ്ലേറ്റിനൊന്നും ഇത് സപ്പോർട്ട് ആകില്ല. ഓക്കെ, ഞാൻ പോയി എൻ്റെ അയൺകുളത്തിന് ആദ്യം ഒന്ന് റിപ്പയർ ചെയ്യട്ടെ. കാരണം അവൻ ഒറ്റക്ക് എല്ലാം ചെയ്യാന്ന് വെച്ചാൽ നടക്കാത്ത കാര്യമാണ്. ഫുള്ളി ഷെയ്ഡ് ഇട്ടപ്പോൾ ഫുള്ളും മാറിയല്ലേ. ഞാനിവിടെ കുറേ പണി ചെയ്ത് കേട്ടോ. ഈ ഒരു പാലൊക്കെ പണിയാണ്, ഇങ്ങനെ വാണ്ടഡിങ് ട്രൈഡറിനൊക്കെ വരാൻ വേണ്ടിയാണ് ഞാനിത് കുറേ ചെയ്തത്. പിന്നെ ആ സ്നോ ബോൾ ഇരിക്കണണ്ട ചിരിച്ചോണ്ട് ഇവന്. പക്ഷെ ഇവിടെ സ്കെൽട്ടണൊന്നും സ്പോണായില്ല. ഞാൻ ഇവനെ റിപ്പയർ ചെയ്യാനെന്ന് പറഞ്ഞാണ് വന്നത്. ഇവിടെ സ്കെൽട്ടണൊന്നും സ്പോണായിട്ടില്ല. അപ്പം നമുക്ക് നല്ല കാര്യം. പിന്നെ ഞാൻ നെതറിലും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ നെതറിലും കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ ഇതില്ല ഒരു സാധനം കാണിച്ചു തരാം. വാണ്ടഡിങ് ട്രൈഡറിനെ കണ്ട, എൻ്റെ പേര് അങ്ങനെയല്ലേ, വാണ്ടഡിങ് ട്രൈഡർ അങ്ങനെ കണ്ടല്ലേ എൻ്റെ പേര്. കണ്ട, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ താഴത്ത് കാണുന്നുണ്ടാവും. ഈ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ആ സാധനം എനിക്കിഷ്ടപ്പെട്ടു. അതെന്തോ 1.11 ഉള്ളത് അങ്ങനെ എന്താണ് ഫസ്റ്റത്തെ ഇങ്ങനത്തെ ഒരു ആനിമേഷൻ. ഈ ഒരു ആനിമേഷനിൽ വന്നതാണ് ഫസ്റ്റ് ആ ട്രെയിലർ. നമ്മൾ നെതറിൽ കയറുമ്പോൾ ഈ ഒരു സംഭവം, അതായത് ഈ ഒരു ഷെയ്ഡറിൻ്റെ പേര് കാണിക്കുന്നതാണ്. ഞാൻ വെള്ളത്തിൻ്റെ അടിയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ട, അലക്കൊന്നും അത് വന്നിട്ടില്ല, ആ ഒരു സാധനം വന്നിട്ടില്ല. പിന്നെ ഇവിടെ കുറച്ച് മഷ്റൂം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതും എടുത്തുകൊണ്ടുവരാം. കണ്ട, ഇവിടുത്തെ മരമൊക്കെ കണ്ട, അതേ മറ്റേ കട്ട പോലെ ഡെർട്ടൊക്കെ കണ്ടാന്ന് നോക്കി. ഇല്ല, ഇങ്ങനെ ഡെർട്ടിൽ ഡീറ്റെയിലിംഗ് ഉണ്ട്. പക്ഷേ ചില ആൾക്കാരൊക്കെ പറയണതാണെന്നറിയാവാ, ഞാൻ RTX ഇട്ട് കളിക്കാൻ, ഈ ഫോണിൽ ഞാൻ RTX ഇട്ട് കളിക്കാൻ. ഇതിട്ടിട്ട് തന്നെ കുറേ നേരം ലാഗായിരുന്നു. ഞാൻ എന്നിട്ട് കളിച്ച് മാറ്റിയതാണ്. അപ്പം ഞാൻ RTX ഇട്ട് കളിച്ചതിൻ്റെ അവസ്ഥ അറിയിച്ചെങ്കിൽ ഫോണിരുന്ന് കത്തും വളവള. പിന്നെ നിങ്ങൾക്ക് ഇത്ര നേരം മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഇത്ര നേരം കളിച്ചിട്ട്, അതായത് ഞാനൊരു സ്ഥലത്ത് തൊട്ടിട്ടും വട്ടം വരാത്തതാണെന്ന് ചോദിക്കുന്നുണ്ടാവും. കാരണം ഞാൻ സ്പ്ലിറ്റ് കൺട്രോൾ എന്ന് പറയുന്നൊരു സാധനം ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് സ്പ്ലിറ്റ് കൺട്രോൾ. അത് എന്താണ് സംഭവം? സ്പ്ലിറ്റ് കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു സാധനം, ആ ഒരു ഓപ്ഷൻ നിൽക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ പ്ലസ്സേ വരുള്ളൂ. അപ്പോൾ ഈ പ്ലസ്സേ പിടിച്ച് ആ ഒരു ഇതിൽ വന്നാലേ നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇപ്പം ഞാൻ പ്ലസ്സിലല്ല. അപ്പം ഞാൻ ആ ഒരു സൈഡിൽ ഉള്ള ബ്ലോക്കായിരിക്കും, താഴത്തുള്ള ബ്ലോക്കായിരിക്കും പോകുന്നത്. അതാണ് ഞാനിങ്ങനെ സൂക്ഷിച്ച് എയിം ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല, അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പം ഞാനൊരു PC കളിക്കണ പോലെ തന്നെ ഇല്ലേ. പക്ഷേ ഈ ഒരു കൈ വന്ന സാധനമാണ് ശോകം. പിന്നെ ഞാൻ സാഡിൽ തപ്പി ഞാൻ കുറേ പോയി. സാഡിലിന് വേണ്ടി, സാഡിലല്ല, നമുക്ക് സാഡിലിന് ഇടാനൊരാൾ വേണ്ടേ. അപ്പം തൽക്കാലത്തേക്ക് ഞാനൊരു പന്നീനെ ഇട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. പന്നി അതിന് വേണ്ടി ആദ്യം ഒരു ഫിഷിംഗ് റോഡും പിന്നെ ഒരു സാധനവും കൂടെ ഉണ്ട്. പിന്നെ ഞാനൊരു മൈൻ കാർട്ടാ, എന്താണ് മൈൻ ഷെഫ്റ്റ് അങ്ങനെ എന്നൊരു സാധനമില്ലേ, അത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഈ വേൾഡിൽ അത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. നമ്മളിനി അടുത്ത എപ്പിസോഡിൽ അവിടെ ഇരിക്കും പോകാൻ പോകുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ അപ്പുറത്താട്ടാണ്. ഇവിടെ നോക്കുമ്പോൾ തന്നെ എന്തൊരു രസമാണ് നമ്മുടെ വില്ലേജ് കാണാൻ. ഇപ്പം ഈ ഐസും ട്രാൻസ്പെറൻ്റ് ആയി പൊളി. പിന്നെ മിഡ് ടൈം ആയതുകൊണ്ടാണ് നമ്മൾ കുറേ നാളൊന്നും ഇടാണ്ടിരുന്നത്. ഇപ്പം ഈ ഷെയ്ഡറുകൾ ഉറക്കം വേണ്ടി. അയൺകുളത്തിൻ്റെ മസിലൊക്കെ കണ്ട ഷെയ്ഡറിൽ കണ്ട, ഈ വില്ലേജ് ഒക്കെ കണ്ട. ഇതാണ് ഇപ്പം എൻ്റെ വീട്. ഞാനിവിടെ കുറേ അയൺകുളത്തിൻ്റെ സാധനം എടുത്തിട്ടുണ്ട്. അത് ഞാൻ കൊണ്ടുപോകാം. അയൺ എൻ്റെ സ്റ്റോറേജിൽ ഞാൻ കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് എടുക്കട്ടെ. ബിൽഡിംഗ് ബ്ലോക്സ് എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ വില്ലേജിൽ
അതായത് ഈ വില്ലേജ് പണിതപ്പോൾ നമ്മളൊരു സാധനം മാത്രം പണിതില്ല, കടയില്ലാത്ത വില്ലേജ് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം നമ്മൾ അടുത്ത എപ്പിസോഡിലേ ചെയ്യുന്നുള്ളൂ. ഇന്ന് ഞാൻ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇതൊരു കോള് വന്നായിരുന്നു, എനിക്കത് കട്ട് ചെയ്യാൻ ഒരു ആവശ്യമില്ല. അത് ഞാൻ കാര്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോളൊക്കെ വന്നാൽ എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ എടുത്തിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോണത്, അതായത് ഞാനിപ്പോൾ കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ എടുത്തിട്ട് ഞാനൊരു ഇതുണ്ടാക്കാനാണ് നിൽക്കുന്നത്. ഒരു കട, നമുക്ക് മറ്റേ ഫാർമറിൻ്റെ അവിടെ ഒരു വീറ്റ് കട തുടങ്ങാം. നല്ല ഐഡിയ ആണ് നമുക്ക്. പിന്നെ ഞാൻ നെതർലാൻഡ് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞാൻ നെതർലാൻഡുള്ള സാധനങ്ങളും കുറച്ച് കൊണ്ടുപോയേക്കാം. ഈ കത്രിക ഇരിക്കട്ടെ, കുറച്ച് അത്യാവശ്യം ഇതും ഇരിക്കട്ടെ, ക്രോസ് ബോ ഇരിക്കട്ടെ. പോട്ടെ, നമ്മളിങ്ങി ഓടിയാൽ മതി. ഇവിടെ നിന്ന് ഇങ്ങനെ ഓട് ഞാൻ നെതറിപ്പോട്ടെ. നെതറിൻ്റെ ഉള്ളിലുള്ള ആനിമേഷൻ ഒന്നും എനിക്കറിയില്ല, ഞാൻ നോക്കട്ടെ. അതേ ചാർജ്. എനിക്ക് ഈ സ്പ്ലിറ്റ് കൺട്രോൾ ചെയ്യാനും പറ്റില്ല. ഞാൻ ഇതൊരു ട്രെയിൻ ആകണം. ഇനി ചെയ്ത് കളിച്ച് ഇത് ട്രെയിൻ ആകണം ഞാൻ. ഓക്കെ സെറ്റ്. ഈ ലൈറ്റ് കണ്ട, ഈ ലാൻഡ് ഞാനിവിടെ ഫുള്ള് ലാൻഡ് ചെയ്യാനാക്കിയായിരുന്നു. ഓക്കെ, ഇതുവഴി ഇങ്ങനെ കയറിയ നമ്മൾ നെതറിൻ്റെ ആ സ്ഥലത്തെത്തും. നമ്മളത് ഫുള്ള് പൂട്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് വില്ലേജേഴ്സൊക്കെ കയറി പോകുന്നു. അപ്പം അതൊന്നും എന്നെ കൊണ്ട് കാണാൻ കഴിയില്ല. അത് കാരണം ഞാൻ ഇങ്ങനെ കാണും. നല്ല ആനിമേഷൻ. നമുക്ക് പോകാം. 3, 2, 1 ഗോ. 2% ഉള്ളൂ. ഓക്കെ, ഞാനങ്ങനെ എത്താറായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ പറഞ്ഞില്ലേ 2% ഉള്ളത്. ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ടാവണം. എത്തി. അപ്പോൾ ഇതാണ് നമ്മളുണ്ടാക്കിയത്. നെതറിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ എത്തുന്നത്. ഇവിടെ ഇരുന്ന ഗാസ്റ്റുമായിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഷെയ്ഡറിൽ കാണാൻ കൊള്ളാം നെതറാക്കൊക്കെ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ഈ ഒരു സാധനത്തിൻ്റെ ഒപ്പം ക്രോസ് ബോ ഇരിക്കട്ടെ, അത്യാവശ്യം വരും. ഓക്കെ, ഇനി ഞാൻ കാണിച്ച ഇതെന്താണ്? എടാ, ഈ ഷെയ്ഡർ ഇവന്മാർ സപ്പോർട്ടാണുള്ള. എന്താ തല മാത്രമേ ഉള്ള ഇവന്മാർക്ക്? ഞാനൊന്ന് സൂം ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം. ഇവന് കാലില്ല, ഒറ്റ കാല്. അപ്പൊ ഇനി ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. അപ്പൊ ഓക്കെ, സബ്സ്ക്രൈബ്.